ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് പുതിയ ചാനലൊക്കെ തുടങ്ങിയ ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ ഓൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ കുറേ ആയി വിചാരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഒരു നേർച്ചയുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ. അവിടെയുള്ള എല്ലാ ആളുകളും ജാതി മത ഭേദമന്യേ നടത്തുന്ന ഒരു നേർച്ചയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും പറയാം. അപ്പം അങ്ങനെ രാവിലെ തന്നെ ചോറും കറിയൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ഒന്ന് നേർച്ചയല്ല, അതുകൊണ്ട് പിന്നെ കുറേയൊന്നും ചോറ് വെക്കണില്ല, ഒന്നായിട്ട് വെക്കലാണ് ഞാൻ എന്നും. അപ്പോൾ ഇന്ന് കുറച്ച് വെക്കണുള്ളൂ. ഇനി നേർച്ചേൻ്റെ അവിടുന്ന് ചോറൊക്കെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ പിന്നെ കുറച്ച് കറിയും കുറച്ച് ചോറും വെക്കണുള്ളൂ. ഇനി ഏട്ടനൊക്കെ പണിയേറി വരുമ്പോൾ അഥവേ കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് ചോറ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു സാമ്പാർ, പിന്നെ വഴുതന കൊണ്ട് ഒരു ഉപ്പേരി, അങ്ങനെ അപ്പോഴേക്ക് ചോറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ ഊറ്റി റെഡിയാക്കുകയാണ്. പിന്നെ ആ ഭാഗം കഴിയുമല്ലോ. അങ്ങനെ ചോറായിട്ടുണ്ട്. പിന്നെ കറി ആക്കണം. കറിയും കാര്യങ്ങളും ആക്കിയിട്ട് ചോറും ആയി കഴിഞ്ഞാൽ പിന്നെ മോനെ അംഗനവാടിക്ക് ഉണ്ടാക്കണം. മോൻ എണീറ്റിട്ടില്ല. മോളെന്തായാലും പോയിട്ടുണ്ട് സ്കൂളിലേക്ക്. അപ്പം ഇനി ചോറ് ആയി. ഞാൻ ചോറ് എന്തായാലും ഊറ്റട്ടോ. അപ്പം അങ്ങനെ ചോറൊക്കെ ആയി. ഞാൻ അപ്പുറത്ത് അടുക്കളയിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഞങ്ങളിവിടെ വെക്കാൻ മാത്രമാണ് കേട്ടോ. ഇവിടെ ചോറ് മാത്രം ഇവിടെ വയ്ക്കും. പിന്നെ കറിയും കാര്യങ്ങളൊക്കെ ഗ്യാസ് മേലെ അപ്പുറത്തെ വയ്ക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ഉണക്കിയിട്ടേക്കണതൊക്കെ മാക്സി ആയിട്ട് അടിക്കാനുള്ള തുണികളാണ്. ചുരിദാറോ ഫ്രോക്ക് മാക്സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടുപ്പിക്കണം. പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ വേഗം നീക്കുന്നതിന് മുൻപ് അതൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇടുകയാണ്. കാരണം ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ. പക്ഷേ അത് വീഡിയോ എടുത്ത ടൈമിൽ നല്ല വെയിലാണ്. നല്ല കുത്തന വെയിൽ, നേരത്തെ വെയിൽ ഉദിക്കും. അപ്പം അങ്ങനെ ഇനി ഏതായാലും ഞാൻ തേജുട്ടനെ അംഗനവാടിക്ക് കൊണ്ടാക്കട്ടെ കേട്ടോ. അപ്പം ഞാനും തന്നെ ഒക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് മാക്സി തുണി ഇല്ലേ, അത് അടിക്കാൻ കൊടുക്കാൻ പോകണം പറഞ്ഞതിന്. അപ്പോൾ അതും കൊണ്ടുപോകണം. അപ്പോൾ അതാണ് ഞാനിങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒന്ന് ഒരുങ്ങണത്. പിന്നെ തേജുട്ടനും തന്നെ ചാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓനെയും തന്നെ ഞാനൊക്കെ ഒന്ന് ഒരുക്കുകയാണ്. അപ്പോൾ അടങ്ങി നിൽക്കണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാമറയ്ക്ക് നോക്കിയപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ഇങ്ങനെ പിടിച്ച് നിർത്തണം. പൗഡർ ഇടാനൊന്നും സമ്മതിക്കില്ല. പൗഡർ ഇഷ്ടമല്ല, മുടി വാരന് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ഓരോ ചൂടനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അംഗനവാടിക്ക് പോവുകയാണ്. അങ്ങനെ അംഗനവാടിക്ക് പോണ വഴിയുണ്ട്. വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ചുള്ളൂ കേട്ടോ അംഗനവാടിക്ക്. ശരിക്കും പറഞ്ഞാൽ ഓന് വേണമെങ്കിൽ അവിടുന്ന് അംഗനവാടിയിൽ നിന്ന് ഓടിപ്പോരാ, അത്ര ദൂരമുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഇതാണ് അംഗനവാടി. നല്ല ഒരു ഭംഗിയുള്ള അംഗനവാടിയാണ്. വഴി ഇറങ്ങി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടത് അവിടെ നിറയെ പച്ചക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ ഈ പച്ചക്കറിയാണ് കേട്ടോ കൊടുക്കുക. അവിടെ തന്നെ ഉണ്ടായി, ഗവൺമെൻറ് കൊടുത്തതാണ് ഈ തയ്യും കാര്യങ്ങളൊക്കെ, ചട്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടുന്ന് കൊടുത്തതാണ്, പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഞാനതൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ഇങ്ങനത്തെ കണ്ടാൽ ഭ്രാന്താണ്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പം ഞാൻ യൂട്യൂബ് സംബന്ധമായി പുതിയ ചാനൽ തുടങ്ങിയ ആൾക്കാർക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ വീഡിയോ ഇടുകയാണെങ്കിൽ അതിനൊരു കൃത്യസമയം പാലിക്കണം കേട്ടോ. ഞാൻ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യൽ വൈകിട്ട് 3 മണിക്കാണ് കേട്ടോ. 3 മണിക്കാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യൽ. പിന്നെ ഞാനിഞ്ഞ് ഉച്ചയില്ലേ പെരുന്നാളിനല്ല, തെറ്റാണ്, നേർച്ചയ്ക്ക് പോകാനായി. അപ്പോൾ അതിനുള്ള ഒരുക്കവും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നേർച്ചയ്ക്ക് പോയി വന്നിട്ട് വേണമെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എന്തിപ്പോൾ ഫുഡൊന്നും വയ്ക്കണ്ടല്ലോ. അതോട് പിന്നെ നേർച്ചോറുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ മാറ്റിയൊക്കെ ഒരുങ്ങി. അപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയ ആൾക്കാരൊക്കെ കൃത്യസമയത്ത്, പഴയ ചാനൽ തുടങ്ങിയവർക്കും പറ്റും കേട്ടോ. അപ്പോൾ തോന്നുന്ന സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യണവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ ഒരു കൃത്യ ടൈം പാലിക്കുക. അപ്പോൾ അതൊക്കെ സക്സസ് ആവും നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടോ. അങ്ങനെ എന്തായാലും അവിടേക്ക് എത്തി. കുറേ തിരക്കൊക്കെ ഉണ്ട്, വലിയ തിരക്കൊന്നും ഇല്ലെങ്കിലും ഈ ഒരു തിരക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ ചുറ്റുഭാഗത്തുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വലിയ തിരക്കൊന്നുമില്ല. എനിക്കിഷ്ടമാണ് അങ്ങനെ നേർച്ചയ്ക്കും കാര്യങ്ങളൊക്കെ പോണത്. എൻ്റെ വീട് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് അവിടെയൊക്കെ ഞങ്ങളെല്ലാവരും പോകും കേട്ടോ. എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും പോകും. നല്ല രസമാണ് കേട്ടോ. അപ്പം അങ്ങനെ നേർച്ചോറും കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾ പോന്നു. ഞാൻ പോന്നു. ഇനി എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഇങ്ങനത്തെ ചോറൊക്കെ കിട്ടാൻ ഒരു പുണ്യമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ അതൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് കഴിക്കും. ഏത് ജാതിൻ്റെ മതത്തിൻ്റെ ആണെങ്കിലും എല്ലാം ഒന്ന് തന്നെ അല്ലേ, ജാതി മതമൊക്കെ നമ്മൾ ഉണ്ടാക്കണതല്ലേ. അപ്പോൾ എന്തായാലും ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ. ഞാൻ ബീഫ് അതുപോലെ തേങ്ങാച്ചോറൊക്കെയാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ നെയ്ച്ചോറൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടെ അധികം തേങ്ങാച്ചോറും ബീഫും തന്നെയാണ് ഉണ്ടാവൽ. അപ്പോൾ ഞാനെന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോക്കൊന്ന് ഇഷ്ടമായാലും ഒന്ന് കമൻറ്റ് ഇട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.